ദേവരാഗം. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 33. എന്തിനാ നീ ഇങ്ങനെ അലറുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിന്റെ അഹങ്കാരം കാരണമാ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. നീ ചെന്ന് ദേവേട്ടൻ്റെ മണ്ടയ്ക്കോട്ട് കയറുകയും ചെയ്തു. ആ കുഴമ്പേട്ടൻ്റെ ദേഹത്തെങ്ങാനും വീണിരുന്നെങ്കിലോ? അല്ലെങ്കിൽ തന്നെ വാടകക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. വീട്ടുകാരിയാവാൻ ശ്രമിക്കരുത്. ഇത്തിരി മുൻപ് മഹാദേവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്ന വൈശാഖിയുടെ കാര്യം ഓർമ്മയിൽ വന്നതും ഗൗരി ദേഷ്യത്തോടെ അവക്ക് നേരെ പൊട്ടിത്തെറിച്ചു. മഹാദേവൻ ഗൗരിയെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് നോക്കി നിന്നതല്ലാതെ ആ നേരം ഒന്നും മിണ്ടിയില്ല. അവളുടെ സംസാരം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് നിന്നു. ഗൗരി, എന്തൊക്കെയാ നീ പറയുന്നേ? ഗൗരി പറയുന്ന നുണകൾ കേട്ടതും സങ്കടം കൊണ്ട് വൈശാഖിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. നടന്നതൊക്കെ അറിയാതെ പറ്റിപ്പോയതാണ്. സാറ് മുറിയിലുണ്ടെന്നോ ആ സമയം റൂമിൽ നിന്ന് ഇറങ്ങി വരുമെന്നോ ഒന്നും താനപ്പോൾ ചിന്തിച്ചിട്ട് കൂടിയില്ല. താഴെ വീഴാൻ പോയപ്പോൾ സാറ് പിടിച്ചതുകൊണ്ട് മാത്രമാണ് താൻ വീഴാതെ നിന്നതുപോലും. അല്ലാതെ അറിഞ്ഞുകൊണ്ട് സാറിനെ കയറി അങ്ങനെയൊക്കെ താൻ ചെയ്യുമോ? പ്രത്യേകിച്ചും ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചതാണെന്ന് അറിഞ്ഞിട്ടും. അത്രയ്ക്കൊന്നും അതപ്പതിച്ചിട്ടൊന്നും പോയിട്ടില്ല ഈ വൈശാഖി. സാറിനോട് ഇഷ്ടം തോന്നിപ്പോയി എന്നത് സത്യമാണ്. പക്ഷേ അതാരെയും അറിയിക്കാതെ മനസ്സിനുള്ളിൽ ഇന്നും അടക്കി പിടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ ഗൗരി പറയുന്നത് പോലെ ഒരിക്കലും ഈ വീട്ടുകാരിയാകുവാൻ താൻ അതിമോഹം കാട്ടിയിട്ടില്ല. എന്തേ, ഞാൻ പറഞ്ഞത് കള്ളമാണെന്നുണ്ടോ? ഞാൻ വൈശാഖിയോട് പറഞ്ഞതല്ലേ ആ പാത്രം എൻ്റെ കയ്യിൽ തരാൻ. ഗൗരിക്ക് അപ്പോഴും അവളുടെ സംസാരം നിർത്തുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കണ്ണീരോടെ മുൻപിൽ നിൽക്കുന്നവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്താക്കണേ എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര രൂപയുടെ സാധനമാ നീ ഇപ്പോൾ കളഞ്ഞു കുളിച്ചത്? അതും പോരാഞ്ഞിട്ട് ദേവേട്ടൻ്റെ ദേഹത്ത് വലിഞ്ഞു കയറാൻ പോയേക്കുന്നു. ഇത് നിന്റെ ബാംഗ്ലൂർ അല്ല വൈശാഖി, അവിടെ കടന്ന് അഴിഞ്ഞാടുന്നത് പോലെ ആടാൻ. ഗൗരി അവൾക്ക് നേരെ വിരൽ ചൂണ്ടി പേടിപ്പിച്ചു. വൈശാഖി അവളുടെ ആരോപണത്തിൽ തറഞ്ഞു നിന്നുപോയി. മതി ഗൗരി, ഇനി നീ വാ തുറക്കരുത്. പൊടുന്നനെ മഹാദേവൻ്റെ ഒച്ച ആ ഹാളിൽ ഉയർന്നു കേട്ടു. അതും അതീവ ദേഷ്യത്തിൽ. ദേവേട്ട. അവൻ്റെ അലർച്ചയിൽ പേടിച്ചതുകൊണ്ടാവാം ഗൗരി ഒന്ന് ഞെട്ടിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് മാറി നിന്നത്. വൈശാഖിയെ പറയാൻ നിനക്കാരാണ് ഇവിടെ അനുവാദം തന്നത്? ആരാ തന്നേന്ന്? ദേവൻ വീണ്ടും എടുത്തു ചോദിച്ചു. അവൻ ആ സമയം തൻ്റെ ദേഷ്യത്തെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഗൗരിയുടെ നാവിൽ നിന്നും വീണ വൈശാഖിയെക്കുറിച്ചുള്ള ഓരോ അസഭ്യമായ വാക്കുകളും നുണകളും അവനെ അത്രത്തോളം ദേഷ്യം പിടിപ്പിച്ചിരുന്നു എന്ന് വേണം പറയുവാൻ. ഗൗരിയിൽ നിന്ന് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല പ്രശ്നങ്ങൾ. വൈശാഖിയെ കണ്ട അന്ന് തൊട്ടേ ഇവൾ ശത്രുവിനെ പോലെയാണ് ആ പെണ്ണിനെ നോക്കുന്നത്. ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇനിയും രൂക്ഷമാകും എന്നുള്ളത് ദേവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അത് പിന്നെ ദേവേട്ട, ഇവൾ കാരണമല്ലേ, ഇവളുടെ അസ്വസ്ഥത കാരണമല്ലേ ഇത് മുഴുവൻ തറയിൽ വീണുപോയത്? അവളിൽ ചെറിയ രീതിയിലൊരു പരിഭ്രമം നിറഞ്ഞു. ഓരോ പൈസയ്ക്കും പിശുക്ക് കാട്ടുന്നവൻ കുഴമ്പ് തറയിൽ കളഞ്ഞതിന് വൈശാഖിയെ അതും പറഞ്ഞ് വഴക്കു പറയുമെന്നായിരുന്നു ഗൗരി അത്രയും നേരം മനസ്സിൽ ചിന്തിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാദേവനിൽ നിന്നും അങ്ങനെയൊരു പ്രതികരണം ഒട്ടുമേ പ്രതീക്ഷിച്ചിരുന്നില്ലാത്തവളുടെ പത്തിക്കിട്ട് കിട്ടിയ അടിയായിരുന്നത്. അതുകൊണ്ട് അവനിൽ നിന്നും അടുത്ത ചോദ്യവും ഗൗരിയെ തേടിയെത്തി. അത് പിന്നെ വൈശാഖി അറിയാത്ത പണി ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്? അതാ ഞാൻ. അവൾ ഉമിനീര് ഇറക്കിക്കൊണ്ട് മഹാദേവന് മുമ്പിൽ വെപ്രാളത്തോടെ നിന്നു. അതിന് കുഴമ്പ് താഴെ പോയത് വൈശാഖിയുടെ കുറ്റം കൊണ്ടാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഒരു നിമിഷം പോലും ആലസ്യം ചെയ്യാതെയാണ് ദേവൻ ആ ചോദ്യം ഗൗരിക്ക് നേരെ തൊടുത്തത്. അവൻ്റെ ആ ചോദ്യത്തിൽ ഗൗരിയെപ്പോലെ തന്നെ വൈശാഖിയും ഒന്ന് പകച്ചുപോയിരുന്നു. തനിക്ക് വേണ്ടി സാറ് ഗൗരിയോട് വാദിക്കുന്നു. വൈശാഖിക്ക് ഒരേ സമയം അമ്പരപ്പോ അത്ഭുതവും തോന്നിപ്പോയി. പറയ് ഗൗരി, നീ കണ്ടോ ഇവള് കാരണം അത് താഴെ പോയെന്ന്? കണ്ടോന്ന്? ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുന്നും പിന്നും നോക്കാതെ റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന ഞാനാണ് വൈശാഖിയെ ചെന്ന് ഇടിച്ചത്. അല്ലാതെ നീ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. മഹാദേവൻ അവൾക്ക് നേരെ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി. എന്താ ഇവിടെ? ഹാളിലെ ബഹളം കേട്ടതിനാലാവാം വീട്ടുകാർ ഓരോരുത്തരായി അപ്പോഴേക്കും അവർക്ക് ചുറ്റും കൂടിയത്. ഒന്നുമില്ല, ഞാൻ നമ്മുടെ വീട്ടുകാരെ കുറച്ച് മര്യാദ പഠിപ്പിക്കുമായിരുന്നു. പകപ്പോടെ നിൽക്കുന്ന വീട്ടുകാരെ നോക്കി
മഹാദേവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് വീണ്ടും ഗൗരിയുടെ നേർക്ക് തിരിഞ്ഞു. ആ മുഖത്തിപ്പോൾ കള്ളത്തരമാണ്. ചെയ്ത തെറ്റ് പിടിക്കപ്പെടുമ്പോൾ ആർക്കും ഉണ്ടാവുന്ന കള്ളത്തരം. ഒരു പെങ്കൊച്ചിൻ്റെ മുഖത്ത് നോക്കി ഇത്രയും വൃത്തികേടായിട്ട് സംസാരിക്കുവാൻ നിന്നെ ആരാ ഗൗരി പഠിപ്പിച്ചത്? ഞാനറിയുന്ന എൻ്റെ അപ്പച്ചിക്കോ മാമനോ ഇങ്ങനൊരു സ്വഭാവം ഇതുവരെയില്ല. പിന്നെ നീ എങ്ങനെ ഇത്രയ്ക്കും തരം താഴ്ന്നു പോയി? മഹാദേവൻ്റെ ഒച്ച ഉയർന്നതും ലക്ഷ്മി പേടിച്ച് അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. കാരണം ദേവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടുകയില്ല. ദേഷ്യപ്പെട്ടാൽ മുമ്പിൽ നിൽക്കുന്നവരെ വാക്കുകൾ കൊണ്ട് അവൻ ഭസ്മമാക്കുമെന്ന് ആ അമ്മയ്ക്കറിയാമായിരുന്നു. മതി ദേവ, വിട്ടേക്ക്. ഇനി ഇതിൻ്റെ പേരിൽ ഒരു ഒച്ചപ്പാട് വേണ്ട. കൊച്ചുമകളുടെ കൂടെയോ അതോ കൊച്ചുമകളെ പോലെ താൻ കാണുന്ന വൈശാഖിയുടെ കൂടെയോ ആരുടെ കൂടെ നിൽക്കണമെന്നറിയാതെ പത്മാവതി ആ നേരം കുഴഞ്ഞുപോയി. അതുമാത്രമല്ല, സ്വന്തം മകൾ കാരണം വിളറി നിൽക്കുന്ന വസുന്ധരയുടെയും കൃഷ്ണൻ്റെയും മുഖം പത്മാവതിയെ ഒട്ടൊന്നു സങ്കടത്തിലാഴ്ത്തിയിരുന്നു എന്നതും മറ്റൊരു സത്യം. എന്ത് നിർത്താനാ ബോണ്ടായി പറയുന്നേ? കൊച്ചുമോളുടെ വായിന്ന് വീണ വർത്താനം നിങ്ങൾ കേട്ടില്ലല്ലോ. ഇവളും ഒരു പെണ്ണല്ലേ? ഇവളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ഒരാൾ നീ അഴിഞ്ഞാടി നടക്കുവാണോടി എന്ന് ചോദിച്ചാൽ എങ്ങനിരിക്കും? പറയ്, എങ്ങനിരിക്കുമെന്ന്? പത്മാവതിയോട് ദേവൻ ആദ്യമായി ദേഷ്യത്തോടെ കയർത്ത് സംസാരിച്ചു. ആദ്യമായി കൊച്ചുമകന് മുന്നിൽ അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. കൊച്ചുമകൾക്ക് ഇത്തിരി നാവുണ്ടെങ്കിലും ഇത്രയും തരംതാണ രീതിയിൽ അവൾ വൈശാഖിയോട് സംസാരിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അവർ അന്തം വിട്ട് ഗൗരിയെ ഉറ്റുനോക്കി. പെണ്ണവിടെ മുഖം കുനിച്ചു നിൽക്കുകയാണ്. അവർക്ക് ആദ്യമായി തൻ്റെ കൊച്ചുമകളോട് അമർഷം തോന്നിപ്പോയി. വൈശുക്കൊച്ചേ. പത്മാവതി കുറ്റബോധത്തോടെ ഹാളിൻ്റെ ചുവരിൽ ചാരി നിന്നുകൊണ്ട് വിങ്ങിക്കരയുന്ന വൈശാഖിയുടെ അരികിലേക്ക് മെല്ലെ നടന്നു ചെന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു. അത്രയും നേരം ആ സങ്കടങ്ങൾ ഉള്ളിൽ അടക്കി പിടിച്ച് നിന്നവൾക്ക് അവരുടെ സാമീപ്യം ഒരു താങ്ങ് കിട്ടിയതുപോലെയായിരുന്നു. മുത്തശ്ശി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചീത്തയല്ല. അല്ല മുത്തശ്ശി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പത്മാവതിയുടെ തോളിലേക്ക് ചാഞ്ഞതും അവരവളെ കണ്ണ് നിറച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു പോയിരുന്നു. മോളെ വൈശു. അപ്പോഴേക്കും ലക്ഷ്മി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ആ പാവത്തിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അസത്തെ, തന്തയും തള്ളയും പറയിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്നതേ. അതേസമയം മകള് കാരണം കുടുംബക്കാരുടെ മുൻപിൽ നാണം കെട്ടുപോയ വസുന്ധര ഗൗരിയെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരുന്നു. ആ കാഴ്ച കാണാനാവാതെ കൃഷ്ണൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. എന്താ ഇവിടെ? അതേസമയം വിഷ്ണുവിനെയും കൂട്ടി പുറത്തേക്ക് പോയി വീട്ടിലേക്ക് വന്ന് കയറിയ ഭാസ്കരൻ അവിടുത്തെ അവസ്ഥ കണ്ടതും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. കാല് പൊള്ളിയ കാര്യം ഒന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ കൊച്ചേ നീയ. വൈശാഖിയുടെ ഇടത്തെ കാൽപാദത്തിലെ കുമിളിച്ചു നിൽക്കുന്ന പൊള്ളലിന് മുകളിൽ ഓയിൽമെൻറ്റ് പുരട്ടുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകളിൽ നീര് പൊടിഞ്ഞിരുന്നു. അവർക്ക് ആ പെണ്ണിനോട് പാവം തോന്നി. എത്ര വേദനിച്ചു കാണും പാവത്തിന്. ലക്ഷ്മി മനസ്സിൽ ചിന്തിച്ചു പോയി. വലിയ വേദനയൊന്നും ഇല്ല ലക്ഷ്മി അമ്മേ. അവരുടെ മുഖത്തെ സങ്കടം കണ്ടതും വൈശു കണ്ണുകൾ രണ്ടും ചിമ്മി അവനെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന്. നീ കേട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ പൊള്ളി കൊമളച്ചിരിക്കുന്നത്. ഇതൊന്ന് ഭേദമാണെങ്കിൽ എത്ര ദിവസം ഇനി എടുക്കും? ക്രീം പുരട്ടിക്കൊടുത്ത് മരുന്നിൻ്റെ ട്യൂബ് അവർ അടച്ചു വെച്ചു. എന്നിട്ട് വൈശാഖിയുടെ അരികിലായി കട്ടിലിൽ ചെന്നിരുന്നു. സാരില്ല, മാറിക്കോളും. അവൾ അപ്പോഴും ചിരിക്കുവാനാണ് ശ്രമിച്ചത്. കാരണം ഗൗരി ഈ വീട്ടിലെ കുട്ടി. വസുന്ധര ആൻറ്റി അവളെ തലങ്ങും വിലങ്ങും പോലും ഈ വീട്ടിലെ ഒരാൾ പോലും അതിനിടയിൽ കയറിയിട്ടില്ല. പിടിച്ചു മാറ്റിയിട്ടില്ലെന്നല്ല, തല്ലണ്ട എന്നൊരു വാക്ക് പോലും അവരുടെ ആരുടെയും വായിൽ നിന്നും വീണതുമില്ല. ബാലുവും ലക്ഷ്മിയമ്മയും പോലും എല്ലാം നോക്കി സത്യം പറഞ്ഞാൽ സ്വന്തവും ബന്ധവും പോലും നോക്കാതെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നവരോട് എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറ് പോലും തന്നോട് സോറി പറഞ്ഞു. ആളുടെ അശ്രദ്ധ കാരണമാണല്ലോ തനിക്ക് പൊള്ളലേറ്റത്. സ്വന്തം അച്ഛനും അമ്മയും പോലും ഈ കാലത്തിനിടയിൽ ഇത്രമേൽ തന്നെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ചേർത്ത് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇക്കാര്യം കൂടുതൽ പറഞ്ഞു വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗൗരി ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിലെ മരുമകളായിട്ട് വരേണ്ട കുട്ടിയാണ്. സാറിനും ഗൗരിക്കും ഇടയിൽ താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. വൈശാഖി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സങ്കടത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. ഇവിടെ വന്നതി പിന്നെ ഈ കൊച്ചിന് എന്നും പരിക്കുകളും കാര്യങ്ങളുമാണ്.
അല്ലേ ലക്ഷ്മി? ബെഡിനരികിലായി ഇട്ടിരിക്കുന്ന കസേരയിലിരുന്ന പത്മാവതി സങ്കടത്തോടെ ആ പെണ്ണിനെ ഉറ്റുനോക്കിക്കൊണ്ട് മരുമകളോടായിട്ട് ചോദിച്ചു. അതൊന്നും സാരില്ല മുത്തശ്ശി, ഇത് കരിഞ്ഞോളും. എന്നാലും ദേവന്മോ കാരണല്ലേ നിനക്കിപ്പോൾ ഈ അവസ്ഥ വന്നത്. ഷോ, ഞാനും തെറ്റ് ചെയ്തു. കുഴമ്പെടുത്തോണ്ട് വരാൻ നിന്നോട് പറയരുതായിരുന്നു. ഞങ്ങൾ കാരണം നിനക്കെന്നും സങ്കടങ്ങളാണല്ലേ കുഞ്ഞേ. അവളുടെ അവസ്ഥ പത്മാവതിയെയും വല്ലാതെ വിഷമിപ്പിച്ചു. മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ ഒക്കെ മറന്നുപോയ ഒരു കാര്യമുണ്ട് മുത്തശ്ശി. ഈ വീട്ടിൽ വന്നതിൽ പിന്നെയാ സമാധാനത്തോടെ ഞാനൊന്ന് ഉറങ്ങിയിട്ട് സന്തോഷത്തോടെ ഒരു വറ്റെങ്കിലും കഴിച്ചിട്ടുള്ളത്, മനസ്സ് തുറന്ന് ഞാനൊന്ന് ചിരിച്ചിട്ടുള്ളത്. ഇതൊക്കെ മുത്തശ്ശിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? കണ്ണിലൂറിയ നനവിനെ വിരലുകൾ കൊണ്ട് തൂത്ത് കളഞ്ഞിട്ട് പത്മാവതിക്കുള്ള മറുപടി കൊടുത്തവൾ. അതൊന്നും ഇനി ആലോചിക്കില്ലെന്ന് നീ ഞങ്ങൾക്ക് വാക്ക് തന്നതല്ലേ വൈഷു? അവളുടെ സംസാരം കേട്ട ലക്ഷ്മി പൊടുന്നനെ പെണ്ണിൻ്റെ കൈപ്പത്തിയിൽ ഒരു കുഞ്ഞടി വെച്ച് കൊടുത്തു, കപടദേഷ്യത്തിൽ. അറിയാതെ ഓർത്തുപോയതാ ലക്ഷ്മി അമ്മേ, ഇനിയും ഉണ്ടാവില്ല. അവളിൽ ഒരു വിഷാദ ചിരി ഉണ്ടായി. വൈഷു. അവളെ തന്നെ നോക്കിയിരുന്ന പത്മാവതി മെല്ലെ അവളുടെ കയ്യിൽ തട്ടി വിളിച്ചു. എന്താ മുത്തശ്ശി? ബെഡിൻ്റെ ക്രാസിയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് വൈശാഖി പത്മാവതിയെ കേട്ടു. ഗൗരി പറഞ്ഞത് കേട്ട് എൻ്റെ കുഞ്ഞ് സങ്കടപ്പെടരുത് കേട്ടോ. അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. എന്നാലും ആ പെണ്ണ് ഇങ്ങനെയൊക്കെ നിന്നോട് സംസാരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ല എൻ്റെ കൊച്ചേ. എന്തു ചെയ്യാനാ, പറ്റിപ്പോയി. ഈ കുടുംബത്തിലെ ആകെയുള്ളൊരു പെൺതരിയല്ലേ അവൾ. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ ലാളിച്ചു പോയി. അതുകൊണ്ട് തന്നെയാണ് അവളെ ദേവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് ചെറിയൊരു ആഗ്രഹം എനിക്ക് തോന്നിയതും. പത്മാവതി അവരുടെ ഉള്ളിലെ സങ്കടം തുറന്നു പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞില്ലേ മുത്തശ്ശി, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തശ്ശി എന്നാ കുട്ടിയോട് സംസാരിക്ക്. ഗൗരി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ലക്ഷ്മി അമ്മയമ്മ ചെല്ല്, അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ? അവരൊക്കെ അത്താഴം കഴിഞ്ഞ് തിരിച്ചു പോകണമെന്ന് ആൻറ്റി പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. വൈശാഖി രണ്ടുപേരെയും നോക്കി നിർബന്ധിച്ചപ്പോൾ സാറിൻ്റെയും ഗൗരിയുടെയും കല്യാണക്കാര്യം ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അവളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ, മോളും കൂടി വാ, ഒരുമിച്ച് കഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരട്ടെ, കൊച്ചിട്ടിരുന്ന് കഴിക്കാവോ? ലക്ഷ്മി പൊടുന്നനെ ധൃതിയിൽ ബെഡിൽ നിന്നും എഴുന്നേറ്റു. എനിക്കിപ്പോൾ വേണ്ട ലക്ഷ്മി അമ്മേ, ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടന്നോട്ടെ, കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. അവൾ മെല്ലെ താഴേക്ക് നിഴങ്ങി കട്ടിലിൽ മലർന്നു കിടന്നു. എങ്കിൽ ശരി, മോള് കിടന്നോ. ഫുഡാകുമ്പോൾ ഞാൻ വിളിക്കാം. അമ്മയും വായോ, അവൾ കിടന്നോട്ടെ. ലക്ഷ്മി പത്മാവതിയെ വിളിച്ചുകൊണ്ടാണ് മുറിക്ക് പുറത്തേക്ക് കടന്നത്. അതേസമയം അവർ പോയ വഴിയെ നോക്കി കിടന്നവൾ. അവരുടെയൊക്കെ ആഗ്രഹം പോലെ നടക്കട്ടെ, സാറിന് ഗൗരിയെ കിട്ടട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സാറ് ഗൗരിയെ വിവാഹം കഴിച്ചാൽ പിന്നെ ഒരിക്കലും ഈ വീട്ടിൽ താനൊരു വാടകക്കാരിയായി താമസിക്കുകയില്ല. PGയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പെണ്ണ് തീരുമാനങ്ങളെ ഊട്ടിയുറപ്പിച്ചു. എന്നിട്ട് മെല്ലെ കണ്ണുകൾ പൂട്ടി. അവൾ ഉറങ്ങുന്നതിനിടയിൽ ഒരു 10 വട്ടം കുറ്റബോധത്തോടെ അവളെ വന്ന് നോക്കിയ മഹാദേവനെ ആരും കണ്ടിരുന്നില്ല. ഇവള് പോയില്ലേ? അത്താഴം കഴിക്കുവാനായി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഹാളിലിരിക്കുന്ന ഗൗരിയെ വൈശാഖി കണ്ടത്. വൈശുവിനെ കണ്ടതും പെണ്ണിൻ്റെ മുഖം കൊട്ട പോലെ വീർത്തു. എന്നിട്ട് വെട്ടിത്തിരിക്കുന്നത് കണ്ടു. കരഞ്ഞതുകൊണ്ടാവാം ഗൗരിയുടെ കണ്ണും മുഖവും നീര് പൊച്ച പോലെ വീങ്ങിത്തെറ്റിയിരുന്നത്. ആൻറ്റിയുടെ അങ്കിളിനെയും പൊടി പോലും കാണുന്നില്ലല്ലോ. അവൾ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് മനസ്സിൽ പിറുപിറുത്തു. എന്നിട്ട് ഗൗരിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മുന്നോട്ടേക്ക് നടന്നു. വാ മോളെ, കഴിക്കാം. അവളെ കാത്തിരുന്നത് പോലെ ഡൈനിങ് ടേബിളിന് മുകളിൽ പാത്രങ്ങളെല്ലാം എടുത്തു വയ്ക്കുകയായിരുന്നു ലക്ഷ്മി. കൈ കഴുകി വൈശാഖി ഒരു കസേരയിലേക്കായി ഇരുന്നു. വേദനയുണ്ടോ മോളെ കാല്? അവൾക്കുള്ള ചോറും കറികളും പ്ലേറ്റിലേക്ക് വിളമ്പുന്നതിനിടയിൽ ലക്ഷ്മി തിരക്കി. ഇല്ല ലക്ഷ്മി അമ്മേ. അവൾ ആ പാത്രം അവരുടെ കയ്യിൽ നിന്നും വാങ്ങി. ആ, ചെറിയ പൊള്ളല, വേഗം ഉണങ്ങിക്കോളും. അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി 2 പാത്രത്തിലും കൂടി വിളമ്പി വെച്ചു. അവരൊക്കെ പോയോ ലക്ഷ്മി അമ്മേ? കാണുന്നില്ലല്ലോ. ചോദിക്കണ്ടായെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടും അവളുടെ വായിൽ നിന്നും അങ്ങനെ അറിയാതെ വീണുപോയി. കൃഷ്ണേട്ടനും വസുന്ധരയും പോയി മോളെ. അവൾ പോയില്ല. അവരൊന്ന് ചിരിച്ചുകൊണ്ട് ഹാളിൽ നിന്ന ഗൗരിയെ ഒന്ന് എത്തിക്കുത്തി നോക്കി.
ഉം. വൈശു മൂളി കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഗൗരി ഒത്തിരി കരഞ്ഞു. ബാലേട്ടൻ്റെയും ദേവൻ്റെയും ഒക്കെ കാലിൽ പിടിച്ച് കിടന്നുകൊണ്ട് കരഞ്ഞു, പൊറുക്കണേന്നും പറഞ്ഞ്. ഇനി അങ്ങനൊന്നും ഉണ്ടായില്ലെന്നും പറഞ്ഞാ ക്ഷമ ചോദിച്ചേ. കൂട്ടത്തിൽ മോളോട് അവൾക്ക് സോറി പറയണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിന്നതാ. അവർ രണ്ടുപേരും അങ്ങ് പോയി. വൈശാഖിയോട് ഇത്തിരി രഹസ്യം പറയുന്നത് പോലെയാണ് ലക്ഷ്മി അത് പറഞ്ഞത്. ആ, അതും അവൾ മൂളി കേട്ടു. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു. കുറച്ചു നേരം കഴിഞ്ഞതും എതിർവശത്തായി കിടന്ന കസേരയിൽ ആരോ വന്നിരിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് വൈശു പിന്നീട് മുഖം ഉയർത്തി നോക്കുന്നത്. അപ്പോൾ കണ്ടു ലക്ഷ്മിയമ്മ വിളമ്പിയ പാത്രം മുന്നിലേക്ക് എടുത്തു വെച്ചിട്ട് ചോറ് കഴിക്കുന്ന മഹാദേവനെ. സാറ് കഴിച്ചില്ലേ? വൈശു മനസ്സിലാണ് അത് പിറുപിറുത്തത്. ദേവൻ ഇത്രയും നേരം കിടന്നുറങ്ങുമായിരുന്നു. ഞാനിപ്പോൾ ചെന്ന് വിളിച്ചപ്പോഴാണ് എണീറ്റത്. അവളുടെ മനസ്സ് വായിച്ചെന്നതുപോലെ ലക്ഷ്മി ഉത്തരം നൽകി. പിന്നീട് അവൾ ഒരു വട്ടം പോലും മുഖമുയർത്തി നോക്കിയില്ല. വേഗം വാരിക്കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. കൈ കഴുകി ഹാളിലേക്ക് കയറിയപ്പോൾ കണ്ടു അവിടെ സെറ്റിയിലിരിക്കുന്ന ബാലുവിനെ. ഗൗരിയെ ഒട്ട് കാണുന്നുമില്ല. വൈശുക്കൊച്ചേ. ബാലു അവളെ കണ്ടതും കൈയാട്ടി അടുത്തേക്ക് വിളിച്ചു.